നട്ടല് നിവർത്തി നിന്ന് പറയാൻ കഴിയണം, ഞാൻ കൊണ്ടുവന്ന വികസനങ്ങൾ ഇവയാണ്, എൻ്റെ ഉള്ളം കൈ അഴിമതിക്കറ പുരണ്ടിട്ടില്ല എന്ന്. അത് പറയാൻ മുഖ്യമന്ത്രി ഒന്ന് വിയർക്കും. ഇന്നലെ വലിയ ആവേശത്തിലായിരുന്നു പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഉടൻ സതീശന്റെ മറുപടിയും എത്തി. നിങ്ങൾ പറയുന്നിടം പറയുന്ന സമയം ഞാൻ വരാമെന്ന് അക്കടി മനസ്സിലാക്കിയ മുഖ്യൻ നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഫേസ്ബുക്കിൽ എത്തിയിരിക്കുന്നു. ഇന്നലെ വികസന റിപ്പോർട്ടായിട്ട് വന്ന പിണറായി ഇന്ന് വികസന നേട്ടങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ വായിച്ചോ എന്നായി. അതായത് നേർക്ക് നേരെ നിന്ന് സതീശന് മുന്നിൽ വന്ന് നിന്ന് പറയാൻ മുഖ്യന് പറ്റില്ല എന്നർത്ഥം. ഇരട്ടച്ചങ്കന്റെ ചങ്ക് വിറച്ചുപോയ കാഴ്ചയാണ് ഇന്ന് കേരളം ഒട്ടുക്കെ കണ്ടത്. വികസന കാര്യത്തിലുള്ള സംവാദം വേണമെന്ന പ്രതിപക്ഷ നേതാവ് തോന്നിയത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 9 മണി മുതൽ സംവാദം ആരംഭിച്ചുവെന്നും അത് ഫേസ്ബുക്കിലാണ് എന്ന് കൂടി അറിയിച്ചു. സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ താൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ തർക്കമുണ്ടെങ്കിൽ പറയണം, വിമർശനമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, സംവാദം നമുക്ക് തുടരാം എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ കുറിപ്പിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിയമസഭയിൽ പറയാമായിരുന്നില്ലേ എന്നായിരുന്നു പ്രതിപക്ഷത്തോടുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത ചോദ്യം. നിങ്ങളുടെ പാർട്ടി അടക്കി വാണിരിക്കുന്ന, നിങ്ങളുടെ സ്പീക്കർ ഇരിക്കുന്ന സഭയിൽ പ്രതിപക്ഷം പലപ്പോഴും ഒന്നുമല്ലാതായി പോകുന്നത് കേരള ജനത കണ്ടു ശീലിച്ചതാണ്. ചോദ്യങ്ങളുടെ മുഖം തിരിക്കുന്ന, പുച്ഛിച്ചു തള്ളുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മിനിയാന്ന് വരെ പഞ്ചപുച്ഛമടക്കി മുഖ്യൻ പറയുന്നത് വരെ കേട്ടു നിന്നിരുന്ന മാധ്യമങ്ങൾ ഇന്നലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. കൈരളിക്കും ദേശാഭിമാനിക്കും വേണ്ട മറുപടി നിങ്ങൾ പ്രത്യേകം കൊടുത്താൽ മതിയെന്ന്, അല്ലാതെ നിങ്ങളുടെ മുട്ടാപ്പോക്ക് ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. തിരിച്ചിറങ്ങിയ മുഖ്യൻ ഒറ്റ മറുപടിയിൽ കാര്യം പറഞ്ഞിറങ്ങിയതിന് പിന്നാലെ മുഖ്യനെതിരെ പറഞ്ഞ റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണി സ്വരമായിട്ട് സൈബർ പോരാളികളും എത്തിയിട്ടുണ്ട്. നേരിട്ടൊരു സംവാദം ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആവാമെന്ന് ധീരത ചമഞ്ഞ മുഖ്യമന്ത്രി അവസാനം ഫേസ്ബുക്കിലൂടെ ഇട്ടിരിക്കുന്നു, ദേ ഫേസ്ബുക്കിലുണ്ട്, വേണമെങ്കിൽ കണ്ടോ എന്ന്. വീരാ ധീര എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്ത നാവുകളും മുഷ്ടി ചുരുട്ടി ഉയർത്തിയ കൈകളും മുഖ്യമന്ത്രിയുടെ ഈ പദങ്ങൾ കണ്ട മൂക്കത്ത് വിരൽ വെക്കുകയാണ്. അടിപതറാതെ തന്റെ രാഷ്ട്രീയത്തിൽ തലയുയർത്തിയിരുന്ന ഒരു മുഖ്യമന്ത്രി വെറും PR-കൾക്കും അവർ പറയുന്ന ചാനൽ അഭിമുഖങ്ങൾക്കും മാത്രമെത്തി ജനങ്ങളെ പേടിച്ച് ജീവിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, മറുപടിയില്ല. ധിക്കാരവും ധാർഷ്ട്യവും കൊണ്ട് ഇനി കേരളത്തിൽ ഭരിക്കാമെന്നും മുഖ്യമന്ത്രി കരുതേണ്ട.